ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലനത്തിലെ പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കരിദിനം ആചരിക്കുകയും ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കുകയും ചെയ്തു. തലശ്ശേരിയിലും ശക്തമായ പ്രതിഷേധമാണ് നടന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന്റെ പേരിൽ സർക്കാർ ധൃതിപിടിച്ച് നടപ്പിലാക്കുന്ന സർക്കുലർ 4/24 തികച്ചും അശാസ്ത്രീയവും നടപ്പാക്കാൻ പറ്റാത്തതുമാണെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നു. ഇപ്പോൾ നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിലെ എച്ച് മോഡൽ അടിമുടി മാറ്റി കയറ്റിറക്കം, പാരലൽ പാർക്കിംഗ് തുടങ്ങിയവ നടപ്പിലാക്കണമെങ്കിൽ അതിനാവശ്യമായ ഗ്രൗണ്ട് സംവിധാനം ഉണ്ടാകണം. കേരളത്തിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ വളരെ പരിമിതമായ ഗ്രൗണ്ട് മാത്രമേ സർക്കാരിൻ്റെതായുള്ളൂ. ബാക്കി വാടക സ്ഥലങ്ങളിലാണ് ടെസ്റ്റ് നടക്കുന്നത്. യാഥാർത്ഥ്യം പരിശോധിക്കാതെയുള്ള വകുപ്പ് മന്ത്രിയുടെ തീരുമാനം അശാസ്ത്രീയമാണെന്നും ഉടമകൾ പറയുന്നു. കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ഇന്നു മുതൽ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ള 4/2024 സർക്കുലർ തികച്ചും അശാസ്ത്രീയമാണ്, അപ്രായോഗികമാണ് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ടെസ്റ്റിന്റെ മോഡൽ പ്രാവർത്തികമാക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിനകത്തെ ഒരു ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് വളരെ ഖേദപൂർവ്വം ഇവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവിധ സംവിധാനങ്ങളോടുകൂടി ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ സജ്ജീകരിച്ചതിന് ശേഷം മാത്രമേ ഈ ടെസ്റ്റിന്റെ പുതിയ മാതൃക നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കണ്ണൂർ ജില്ലക്കകത്ത് 5 സബാർട്ടി ഓഫീസ്, RTO സബാർട്ടി ഓഫീസുമായി 5 സ്ഥലത്ത് ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതിൽ കണ്ണൂരും തളിപ്പറമ്പും മാത്രമാണ് ഗവൺമെന്റിന്റെ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ. അവിടെ പോലും ഗവൺമെന്റ് ഇപ്പോൾ സർക്കുലർ പ്രകാരം നിഷ്കർഷിച്ചിട്ടുള്ള ഈ സംവിധാനങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ടെസ്റ്റിംഗ് സ്റ്റേഷനുകളിൽ പോലും ഈ സംവിധാനങ്ങളൊന്നും ആക്കാതെ ഇവിടെ ഇത് അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് സർക്കുലർ പ്രകാരം മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ വീണ്ടും പറയുകയാണ്. മറ്റൊന്ന്, കണ്ണൂർ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് 2 MPമാരുള്ള സ്റ്റേഷനുകളിൽ 120 ടെസ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ മാസം വരെ. അത് ഒറ്റയടിക്ക് 30 ടെസ്റ്റിംഗ് എന്നുള്ള നിലയിലേക്ക്, 30 കുട്ടികൾക്ക് മാത്രം അവസരം എന്നുള്ള നിലയിലേക്ക് ചുരുക്കുകയാണ്. കേരളത്തിനകത്ത് നിരവധിയായിട്ടില്ല ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരു ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഗവൺമെന്റിന്റെ ഏകപക്ഷീയമായ തീരുമാനം 30 കുട്ടികൾക്ക് മാത്രമേ ടെസ്റ്റ് നടത്താൻ വേണ്ടി സമ്മതിക്കൂ എന്നുള്ളൂ. ഇതും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നമുക്ക് തലശ്ശേരി താലൂക്കിൽ ഉൾപ്പെടെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോൾ ടെസ്റ്റിന്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ്. അപ്പോൾ അത്തരം ആളുകളോട് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് ഒന്നും പറയാൻ വേണ്ടി കഴിയുന്നില്ല. അവർക്ക് ടെസ്റ്റ് ഡേറ്റ് കിട്ടാത്ത ഒരു നില കൂടിയുണ്ട്. അത് പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ്. കുട്ടികൾക്ക് ആവശ്യമായ എണ്ണം ടെസ്റ്റിന്റെ സ്ലോട്ട് അനുവദിക്കണം എന്നുള്ളത് കൂടി ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന്, 15 വർഷം കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങൾ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള തീരുമാനം മോട്ടോർ വാഹന വകുപ്പിന്റെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ പരിശോധിച്ച് ഈ വാഹനം റോഡിൽ ഇറങ്ങാൻ ഫിറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ വണ്ടിക്ക് റിന്യൂവൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അങ്ങനെ റിന്യൂവൽ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള വാഹനം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്തുള്ള അശാസ്ത്രീയത നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റ് 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളെ റോഡിലോടിക്കാൻ ഫിറ്റാണ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് പഠനത്തിന് വേണ്ടി കൂടി ഉപയോഗിക്കാൻ കഴിയേണ്ടതാണ് എന്നാണ് ഞങ്ങൾക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അങ്ങനെ വാഹനം മാറ്റേണ്ടി വരികയാണെങ്കിൽ അതിനാവശ്യമായിട്ട് സാമ്പത്തിക സഹായം ഉൾപ്പെടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് ഗവൺമെന്റ് നൽകേണ്ടതാണ് എന്നുള്ള ഒരു ആവശ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ ഈ 3 അടിയന്തരമായിട്ടുള്ള പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ 86ഓളം വന്ന ടെസ്റ്റിംഗ് സ്റ്റേഷനുകളിൽ ഇന്നത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കാൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തോടൊപ്പം ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ. ഒരു ദിവസം 20 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്താൻ അനുവദിക്കുമെന്ന തീരുമാനം 1000-കണക്കിന് ടെസ്റ്റ് കാത്തുനിൽക്കുന്നവർക്ക് വിനയാകുമെന്നും ഉടമകൾ പറയുന്നു. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളിൽ ടെസ്റ്റ് നടത്താൻ പാടില്ലെന്ന തീരുമാനം സ്കൂൾ ഉടമകളെ പ്രതിസന്ധിയിലാക്കും. ഫിറ്റ്നസ് ലഭിച്ച വാഹനങ്ങൾ പരിശീലനത്തിന് ഉപയോഗിക്കാൻ പാടില്ലെന്ന നിർദ്ദേശം അംഗീകരിക്കാനാകില്ലെന്നും ഇവർ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് തങ്ങൾ പ്രക്ഷോഭ രംഗത്തിറങ്ങുന്നതെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നു. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് സംഘടനയുടെ തീരുമാനം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ജീവിക്കാനായി പൊരുതുമ്പോൾ അനുമതി നൽകും കരിനിയമങ്ങൾ നടപ്പിലാക്കിയ ഗണേഷ് കുമാറെ നിങ്ങൾക്കെതിരെ ഉയരുന്നു പ്രതിഷേധത്തിൻ തീജ്വാല. ആരോടും വക പോക്കാനല്ല, അധികാരത്തിൽ കയറാനല്ല, ഭരണം മട്ടിമറിക്കാനല്ല, ജീവിക്കാനാണ് ഈ സമരം. ഈ സമരം ജീവിത സമരം.